Our next program is a speech by our chief guest, Pastor Robinson Punnachan. Let us all give a warm applause as we welcome him on stage. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സത്വ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയുടെ ചെയർമാനായിരിക്കുന്ന ബ്രദർ അലൻ ജേക്കബ്, ദൈവസഭയുടെ ശുശ്രൂഷകനായി ദൈവം നിയമിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, സൺഡേ സ്കൂളിൻ്റെ ഭാരവാഹികൾ, അതിൻ്റെ ഹെഡ് മാസ്റ്റർ, ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സ്, ദൈവസഭയുടെ വിവിധ ചുമതലകൾ വഹിക്കുന്ന സഹശുശ്രൂഷകന്മാർ, സഭയിലുള്ള എല്ലാ ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവസഭയിലുള്ളതായ അധ്യാപകന്മാർ അവർക്ക് കൊടുത്തതായ പരിശീലനം അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ചതായ ആത്മീയ വളർച്ചയുടെ പ്രസന്റേഷൻ എന്ന നിലയിൽ ഇന്ന് ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ദൈവസഭയോട്, ദൈവദാസനോട്, സൺഡേ സ്കൂളിൻ്റെ ഭാരവാഹികളോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയെ അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഭംഗിയായി അവർക്ക് ദൈവം കൊടുത്ത കൃപയനുസരിച്ച് നല്ല നിലയിൽ ഇത്രത്തോളം അവരത് പ്രസന്റ് ചെയ്യുവാൻ കഴിഞ്ഞത്, നമ്മൾ ഈ സ്റ്റേജിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പിന്നണിയിൽ നിന്ന് ശക്തമായി ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നല്ല നിലയിലേക്ക് കൊണ്ടുവരുവാൻ പ്രയത്നിച്ച എല്ലാ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും വോളണ്ടിയേഴ്സിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രയത്നത്തെയും ആ പ്രവർത്തനത്തെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലുമൊക്കെ സ്തോത്രം ദൈവത്തിന് കൊള്ളാവുന്നവരായി മാതൃകയുള്ളവരായി ജീവിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തോടുകൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സൺഡേ സ്കൂള് ദൈവസഭയിൽ നാം ക്രമീകരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും അവർക്ക് വേണ്ടി പരിശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് വൃഥാവല്ല എന്ന് ഇന്ന് രാത്രിയിൽ ഈ പ്രോഗ്രാമുകളൊക്കെ കണ്ടതിന് ശേഷം ബോധ്യമുള്ള എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാമല്ലോ. പോരാ, ഉച്ചത്തിൽ ഒന്നുകൂടെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം വളരെ പ്രോഗ്രാമിനേക്കാൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. സമയപരിധിക്കുള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ഒരു നല്ല തീം അതനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ നന്നായി അതിനെ ബേസ് ചെയ്തുകൊണ്ട് പല പ്രോഗ്രാമുകൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കാണുവാനിടയായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ചില ചിന്തകളും നിങ്ങളോടൊപ്പം വേഗത്തിൽ പറഞ്ഞ് സമയപരിധിക്കുള്ളിൽ ഞാനും ഇരിക്കുവാനായി ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മൾ എടുത്ത തീം എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാം ദൈവത്തിനായി പ്രകാശിക്കുക. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മുടെ സഭയിലുള്ള യൗവനക്കാരാണെങ്കിലും ഈവൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്
നാം ദൈവത്തിനായി പ്രകാശിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ദൈവത്തിനായി നാം എവിടെയാണ് പ്രകാശിക്കേണ്ടത്? ദൈവത്തിനായി എങ്ങനെയാണ് പ്രകാശിക്കേണ്ടത്? ദൈവത്തിനായി പ്രകാശിക്കുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ 3 കൂട്ടം കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ പറഞ്ഞ് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 1, നാം എല്ലാവരും ദൈവത്തിനായി പ്രകാശിക്കുക എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ പ്രാരംഭമായി നാം ചിന്തിക്കേണ്ടത് നമ്മൾ എവിടെയാണ് പ്രകാശിക്കേണ്ടത്? സ്തോത്രം. ഇന്ന് കർത്താവിൻ്റെ നാമത്തിലൊക്കെ ഒത്തിരി പേര് ഷൈൻ ചെയ്യുന്ന ഒരു കാലമാണെന്ന് നമുക്കറിയാം. തിളങ്ങുന്ന ഒരു കാലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം. എന്നാൽ തിളക്കങ്ങളെല്ലാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയ്ക്കകത്താണ് ഈ തിളക്കങ്ങൾ മുഴുവനും. സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, ദൈവത്തിനായി പ്രകാശിക്കുക. നാം ദൈവത്തിനായി പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആഹ്വാനം ദൈവവചനം നമുക്ക് നൽകുമ്പോൾ നാം എവിടെയാണ് യഥാർത്ഥത്തിൽ പ്രകാശിക്കേണ്ടത്? സ്തോത്രം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ പ്രകാശിക്കണം. സ്തോത്രം. താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവരുടെ ഇടയിൽ നിങ്ങൾ പ്രകാശിക്കണം. സ്തോത്രം. അപ്പം എവിടെയാണ് നാം ദൈവത്തിനായി പ്രകാശിക്കേണ്ടത്? സ്തോത്രം. നമ്മുടെ ചർച്ചിനകത്തെ പ്രകാശങ്ങളൊക്കെ നല്ലതാ, നമുക്ക് ദൈവ അവസരങ്ങളൊക്കെ തരും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ശക്തരായി ദൈവനാമത്തിനു വേണ്ടി പ്രകാശിക്കപ്പെട്ടു. അത് കണ്ട് നമ്മൾ സന്തോഷിച്ചു. കുഞ്ഞുങ്ങളെ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ കേവലം ചർച്ചിൽ മാത്രമല്ല കർത്താവിന് വേണ്ടി പ്രകാശിക്കേണ്ടത്. നോട്ട് ഓൺലി ഇൻ ദ ചർച്ച്. സ്തോത്രം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരുടെ ഇടയിലാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിനായിട്ട് പ്രകാശിക്കേണ്ടത്. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5:16 പറഞ്ഞത്, സ്തോത്രം, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ആരുടെ മുൻപിൽ? സ്തോത്രം. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. സ്തോത്രം. പ്രിയമുള്ളവരെ, നാം ദൈവത്തിനായി പ്രകാശിക്കേണ്ടത് ഈ അന്ധത പിടിച്ചതായ ലോകത്തിൽ, ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തതായ ജനത്തിന്റെ ഇടയിൽ, സ്തോത്രം, പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ, ഡ്രഗ്സിന് അടിമപ്പെട്ട് ഇമ്മോറാലിറ്റിയിൽ ജീവിക്കുന്ന, സ്തോത്രം, ജീവിതത്തിൽ ശരിയെന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത അങ്ങനെയുള്ളവരുടെ ഇടയിൽ നാം ദൈവത്തിനായി പ്രകാശിക്കണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പം എവിടെയാണ് നാം പ്രകാശിക്കേണ്ടത് ദൈവത്തിനായിട്ട്? സ്തോത്രം, മറ്റെങ്ങുമല്ല. ദൈവം ആഗ്രഹിക്കുന്നത്, സ്തോത്രം, അന്ധകാരം കൊണ്ട് മൂടപ്പെട്ട, നമുക്കവിടെ വായിക്കുവാനും കഴിയുന്നുണ്ടല്ലോ, സ്തോത്രം, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതിയെയും മൂടുന്നു. അങ്ങനെ കൂരിരുട്ടിനാൽ നിറയപ്പെട്ട, സ്തോത്രം, അന്ധകാരത്താൽ നിറയപ്പെട്ട ഈ ലോകത്തിലാണ് നാം ദൈവത്തിനായി പ്രകാശിക്കപ്പെടേണ്ടത്. സ്തോത്രം. രണ്ടാമത്തേത്, നാം പ്രകാശിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, നാം എഴുന്നേൽക്കുവാനിടയായി തീരണം. സ്തോത്രം. അങ്ങനല്ലേ കണ്ടത്? എഴുന്നേറ്റ് പ്രകാശിക്കുക. സ്തോത്രം. ദൈവത്തിനായി പ്രകാശിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. എവിടെ നിന്ന് നാം എഴുന്നേൽക്കണം? നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കിറ്റ് കാണിച്ചപ്പോൾ നമ്മൾ കണ്ടു, ഡേ ബൈ ഡേ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നവരാ, ഒത്തിരി സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യുന്നവരാ. ചില ലോകത്തിന്റെ ചിന്തകളൊക്കെ നമ്മളെ അങ്ങ് ഇരുത്തിക്കളയും. ചില ലേസിനെസ്, മടി നമ്മളെ എന്ത് ചെയ്യും? ഇരുത്തിക്കളയും. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ഭംഗിയായിട്ട് ആ സ്കിറ്റ് കാണിച്ചു. ചില ഭയങ്ങൾ നമ്മളെ ഇരുത്തിക്കളയും. സ്തോത്രം. അങ്ങനെ
കളയുന്ന ഒത്തിരി സാഹചര്യങ്ങൾ, അവസ്ഥകൾ നമ്മുടെ മുൻപിലുള്ളപ്പോൾ നാം ആ സിറ്റുവേഷനിൽ നിന്നെല്ലാം ഡേ ബൈ ഡേ നമ്മൾ ഫേസ് ചെയ്യുന്നതായ എല്ലാ സിറ്റുവേഷൻസ് നമ്മളെ ഇരുത്തി കളയുമ്പോൾ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിനായി പ്രകാശിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. എങ്ങനെയാ എഴുന്നേൽക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ഭംഗിയായി അറിയാവുന്ന ഒരു വേദഭാഗമുണ്ട്. യേശു കർത്താവ് കടന്നു പോകുന്ന വഴിയിൽ ഭർത്തിമായിരുന്ന് നിലവിളിച്ചു, എന്നോട് കരുണ തോന്നണമേ. യേശു അവിടെ നിന്നു, തന്നെ വിളിക്കുവാനായി കൽപ്പിച്ചു. താൻ എങ്ങനെയാ എഴുന്നേറ്റത് എന്ന് നമുക്ക് വളരെ നന്നായി അറിയാം. സ്തോത്രം. താന് ചാടി എഴുന്നേറ്റു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. നമുക്ക് പ്രകാശിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നാം ഭർത്തിമായി ചാടി എഴുന്നേറ്റതുപോലെ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞിട്ട്, സ്തോത്രം, ചാടി എഴുന്നേറ്റാൽ തീർച്ചയായും ദൈവത്തിനായി നമുക്ക് പ്രകാശിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകളെ ഇരുത്തിക്കളയുന്ന ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അവരെ ഭയപ്പെടുത്തുന്ന ഒത്തിരി അന്തരീക്ഷങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. സ്തോത്രം. ആമേൻ. പാപം വല്ലാത്ത നിലയിൽ, സിൻഫുൾ സിറ്റുവേഷൻ, ആമേൻ, അവരെ വല്ലാതെ ഇരുത്തിക്കളയുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഭയം, ഗിൽറ്റിനെസ്, സ്തോത്രം, ഇങ്ങനെയുള്ളതായ ആമേൻ ഒത്തിരി ഒത്തിരി അപമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ്, ഇങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ പലരുടെയും ജീവിതത്തിൽ ദൈവത്തിനായി പ്രകാശിക്കപ്പെടുവാൻ കഴിയാതെ അവരെല്ലാം എന്ത് ചെയ്യുമെന്നറിയാമോ? ഇരുത്തിക്കളയും. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലതൊക്കെ ചെയ്യുമ്പോൾ, എന്താണോ അങ്ങനെ ചെയ്തത്, നന്നായി ചെയ്യാൻ വയ്യായോ? അവർ ചിന്തിക്കും, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിവുള്ളവനല്ല ഞാൻ. നെഗറ്റീവ് തോട്ട്സ് അവർ എന്ത് ചെയ്ത് കളയും? ഇരുത്തിക്കളയും. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കണം. കഴിവുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് കഴിവില്ലായ്മ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാ. എത്ര മാതാപിതാക്കൾക്ക് മനസ്സിലായി? സ്തോത്രം. കഴിവുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെക്കാട്ടിൽ നല്ലതാ കഴിവില്ലായ്മ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് അവരെ ഇരുത്തി കളയരുത്. സിൻഫുൾ സിറ്റുവേഷൻ അവരെ ഇരുത്തി കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഗിൽറ്റിനെസ് അവരെ ഇരുത്തി കളയരുത്. അങ്ങനെ ഒത്തിരി ഒത്തിരി ലോകപരമായ വിചാരങ്ങളും ചിന്തകളും മടികളും ഒന്നും അവരെ ദൈവത്തിനായി പ്രകാശിക്കുന്ന അനുഭവത്തിൽ നിന്ന് അവരെ ഇരുത്തി കളയരുത്. അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, അറൈസ്, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, ചാടി എഴുന്നേൽക്കുക. എന്തിനാ? ഈ ഇരുത്തിക്കളയുന്ന എല്ലാ സിറ്റുവേഷനോട് പറയണം, നോ, ഞാൻ ദൈവത്തിനായി പ്രകാശിക്കപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു മോനാണ്, ദൈവത്തിനായി പ്രകാശിക്കപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു മോളാണ്, ദൈവത്തിനായി പ്രകാശിക്കപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. എൻ്റെ കുടുംബം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ലേസിനെസ്സിനോ, അങ്ങനെയാണെങ്കിൽ പാപത്തിനോ, അങ്ങനെയാണെങ്കിൽ ലോകപരമായ ചിന്തയ്ക്കോ ഇവയ്ക്കൊന്നും എന്നെ ഇരുത്തുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ എന്ത് ചെയ്തോണം? ചാടി എഴുന്നേറ്റോണം. സ്തോത്രം. അങ്ങനെ ചാടി എഴുന്നേറ്റാൽ നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുവാൻ കഴിയും. സ്തോത്രം. രണ്ടു കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. നാം എവിടെ ദൈവത്തിനായി പ്രകാശിക്കണം? ഒന്ന്, ഈ കൂരിരുട്ട് ജാതികളെ മൂടിയിരിക്കുന്ന അന്ധകാരം പിടിച്ച ലോകത്തിൽ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ടിരിക്കുന്ന, ഇമ്മൊറാലിറ്റി നടക്കുന്ന, ആമേൻ, അങ്ങനെ പാപമായ അതിനെ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവത്തിനായി നാം പ്രകാശിക്കണം. എങ്ങനെ ദൈവത്തിനായി പ്രകാശിക്കുവാൻ പറ്റും? സ്തോത്രം. ആമേൻ. നമ്മളെ ഇരുത്തിക്കളയുന്ന എല്ലാ സാഹചര്യങ്ങളുടെ മുൻപിൽ അതിനെ കുടഞ്ഞു കളഞ്ഞ് ചാടി എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ദൈവത്തിനായി പ്രകാശിക്കപ്പെടുവാൻ കഴിയും. സ്തോത്രം. മൂന്നാമത്തേതും കൂടെ പറഞ്ഞ് വാക്കുകളിൽ നിന്ന് വിരമിക്കാം. സ്തോത്രം. മൂന്നാമത്തേതെന്ന് പറയുന്നത്, എങ്ങനെ ദൈവത്തിനായി പ്രകാശിക്കാം. സ്തോത്രം. നമ്മുടെയൊക്കെ ആഗ്രഹം എങ്ങനെയെങ്കിലും കർത്താവിന് വേണ്ടി പ്രകാശിക്കണമെന്നാ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ശ്രമം നടത്തുകയൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എങ്ങനെ ദൈവത്തിനായി പ്രയോജനപ്പെടുവാൻ പറ്റും? എങ്ങനെ ദൈവത്തിനായി പ്രകാശിക്കാൻ പറ്റും? സ്തോത്രം. ഒരു 4 കൂട്ടം കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ
നിങ്ങളും ഇത് ശ്രദ്ധിക്കണം. ഒരു 4 കൂട്ടം കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിനായി സ്തോത്രം പ്രകാശിക്കപ്പെടുവാൻ പറ്റും. നമ്പർ 1, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യത നൽകുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എത്രത്തോളം പറഞ്ഞ് തീർക്കുവാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമ്പർ 1, ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്തോത്രം. 2, ദൈവവചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. 3, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. 4, പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എങ്ങനെ എനിക്ക് ഈ കൂരിട്ടിനാൽ നിറയപ്പെട്ട, അന്ധകാരത്താൽ നിറയപ്പെട്ട ലോകത്തിൽ പ്രകാശിക്കുവാൻ കഴിയും? ഒന്നും ചെയ്യണ്ട. വലിയ തിയോളജിക്കൽ നോളജ് ഒന്നും വേണ്ട, വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട, ഒത്തിരി മണി ബാങ്ക് ബാലൻസ് ഒന്നും വേണ്ട, ഒത്തിരി കഴിവും പ്രാപ്തി ഒന്നും വേണ്ട. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 1, ദൈവത്തിന് പ്രാധാന്യത നൽകുക. സ്തോത്രം. എന്തിനാണ് ദൈവത്തിന് പ്രാധാന്യം നൽകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളത്. ദൈവം വെളിച്ചമാകുന്നു. അപ്പൊ ദൈവത്തിന് പ്രാധാന്യത കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന് പ്രാധാന്യത കൊടുക്കുക. ദൈവം വെളിച്ചമാ. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഇരുട്ടുകളെയും മാറ്റി നിങ്ങളെ നന്നായി ശോഭിക്കത്തക്ക നിലയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രാധാന്യത കൊടുക്കണം. ദൈവം വെളിച്ചമാകുന്നു. സ്തോത്രം. ദൈവത്തിന് എന്തുകൊണ്ട് പ്രാധാന്യത കൊടുക്കണം? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ 28-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ, ഫോർ ഇൻ ഹിം വി ലീവ് ആൻഡ് മൂവ്. നാം അവനിലാണ് ജീവിക്കുകയും ചരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവനിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യുന്നത്. ദൈവമാണ് നമ്മുടെ ഉടയവൻ. സ്തോത്രം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കർത്താവിനായി പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുക, ദൈവത്തിന് പ്രാധാന്യത കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വേണോ? ദൈവം തന്നോളും. തക്ക സമയത്ത് ദൈവം തന്നോളും. ദൈവത്തിന്റെ വചനം പറയുന്നത് സ്തോത്രം, ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, തെക്ക് നിന്നുമല്ല. സ്തോത്രം. ദൈവ ന്യായാധിപതിയാകുന്നു. അവനൊരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ദൈവമാണ് നമ്മുടെ തലമുറകൾക്ക് ഉയർച്ച കൊടുക്കുന്നത്. ദൈവമാണ് നമ്മെ മാനിക്കുന്നത്. സ്തോത്രം. ഓഫീസുകളിലൊക്കെ നന്നായി കർത്താവിന് വേണ്ടി പ്രകാശിക്കപ്പെടുന്ന ആമേൻ ജ്വലിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ ദുബായ് ചർച്ചില്. നാം ഒക്കെ ദൈവത്തിന് പ്രാധാന്യത കൊടുത്തത് കൊണ്ടല്ലേ, ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടല്ലേ, നമ്മുടെ കഴിവ് കൊണ്ടൊന്നും അല്ലല്ലോ, പ്രാപ്തി കൊണ്ടൊന്നും അല്ലല്ലോ. സ്തോത്രം. അപ്പൊ ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ദൈവത്തിനായി നമുക്ക് ശക്തമായി പ്രകാശിക്കുവാൻ കഴിയും. സ്തോത്രം. അങ്ങനെ ദൈവത്തിന് പ്രാധാന്യത കൊടുത്ത ഒരു ഭക്തനാണ് യോസഫ്. നമുക്കെല്ലാവർക്കും ജോസഫിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. പാപത്തെക്കാൾ ദൈവത്തിന് പ്രാധാന്യത കൊടുത്തു. പ്രൈസ് ലോർഡ്. നിങ്ങളൊക്കെ ജീവിക്കുന്ന ലോകത്തിൽ, സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാം ജീവിക്കുന്ന ലോകത്തിൽ പാപം ഒത്തിരി ശക്തമായ അതിൻ്റെ ശക്തിയോടെ പ്രവർത്തിക്കുമ്പോൾ പാപത്തിന് പ്രാധാന്യത കൊടുക്കാതെ ദൈവത്തിന് പ്രാധാന്യത കൊടുത്ത യോസെഫിനെ മുന്നിൽ കണ്ട് അങ്ങനെ നമ്മൾ ദൈവത്തിന് പ്രാധാന്യത കൊടുത്താൽ ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രകാശിക്കപ്പെടുവാൻ കഴിയും. മിസ്രൈം എന്ന ദേശത്ത് അന്നത്തെ പ്രതാപങ്ങളെ കൊണ്ട് നിറയപ്പെട്ട ആ സാമ്രാജ്യത്തിൽ ശക്തനായി പ്രകാശിക്കപ്പെട്ട ഒരാളാണ് യോസെഫ്. അതിന്റെ കാരണം എന്താ? സ്തോത്ര. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണോ? മണി ബാലൻസ് ആണോ? തിയോളജിക്കൽ നോളേജ് ആണോ? അതോ എന്തോ ഇൻസ്ട്രുമെന്റോ അല്ലെ ടെക്നോളജിയോ ഒക്കെ വളരെ നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്നത് കൊണ്ടായിരുന്നോ? നോ. ദൈവത്തിന് പ്രാധാന്യത കൊടുത്തു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് സന്തോഷമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഞാൻ പ്രാധാന്യത കൊടുത്താൽ എൻ്റെ ദൈവത്തിനായി എനിക്ക് ശോഭിക്കപ്പെടുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രാധാന്യത നൽകുക. 2, സ്തോത്രം, ഞാൻ പറഞ്ഞതുപോലെ ദൈവവചനത്തിന് പ്രാധാന്യത നൽകുക. സ്തോത്രം. 119-ാം സങ്കീർത്തനത്തിന്റെ 105-ാം വാക്യം നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. സ്തോത്രം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും
എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നു. സ്തോത്രം. അല്ലേ? അപ്പൊ ദൈവവചനം ഒരു പ്രകാശമാണ്. ദൈവത്തിനായി എങ്ങനെ നമുക്ക് പ്രകാശിക്കപ്പെടുവാൻ കഴിയും? വേറൊന്നും ചെയ്യണ്ട. കേൾക്കുന്ന ദൈവവചനങ്ങൾ, ചർച്ചിൽ പ്രസംഗിക്കപ്പെടുന്ന ദൈവവചനങ്ങൾ, സൺഡേ സ്കൂളിൽ കേൾക്കുന്ന ദൈവവചനങ്ങൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ദൈവവചനങ്ങൾ എന്ത് ചെയ്തോണം? അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണം, പ്രാധാന്യത കൊടുത്തോണം. എന്ത് ചെയ്യും? അങ്ങനെ നമ്മൾ പ്രാധാന്യത കൊടുത്താൽ കർത്താവിൻ്റെ വചനം ഒരു പ്രകാശമായിരിക്കുന്നത് കൊണ്ട് ആ വചനത്തിന് നമ്മൾ പ്രാധാന്യത കൊടുക്കുമ്പോൾ നമുക്ക് ദൈവത്തിനായി പ്രകാശിക്കപ്പെടുവാൻ കഴിയും. സ്തോത്രം. നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയാം. ഇസഹാക്ക്, ഐസക്. ദേശത്ത് വലിയ ക്ഷാമം കടന്നു വന്നപ്പോൾ ദൈവം ഒരു വാക്ക് പറഞ്ഞു, ഈ ദേശം വിട്ടു പോകണ്ട, ഇവിടെ വിതയ്ക്കണം, ഈ ദേശത്ത് തന്നെ നിൽക്കണം, നിങ്ങൾ ഈ ദേശം വിട്ടു പോകണ്ട എന്ന് പറഞ്ഞു. ആ വാക്കിന് വില കൊടുത്തു, വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, പ്രാധാന്യത കൊടുത്തു. സംഭവിച്ചത് എന്തുവാ? ആ ദേശത്ത് വിതച്ചു, 100 മേനി ഫലം കൊയ്തു. പ്രൈസ് ദി ലോർഡ്. ആ ഫലിസ്ത്യരുടെ മുൻപിൽ അസൂയപ്പെടത്തക്കതുപോലെ ദൈവം, സ്തോത്രം, എന്ത് ചെയ്തു? ഇസ്ഹാക്ക് അവിടെ മാനിക്കപ്പെടുവാനിടയായി തീർന്നു. പ്രകാശിക്കപ്പെടാൻ കഴിയുമോ? ഇല്ലയോ? ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്തു, വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ദൈവം പറഞ്ഞു പോകണ്ട, പോയില്ല, അവിടെ തന്നെ നിന്നു. ജീവിതത്തിൽ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ എന്ത് ചെയ്യും? ദൈവത്തിനായി നമുക്ക് പ്രകാശിക്കപ്പെടുവാൻ കഴിയും. അതുകൊണ്ടാണ് സദൃശ്യവാക്യം 4:8 കാണുന്നത്, അതിനെ ഉയർത്തുക, ബാക്കി അത് നിന്നെ ഉയർത്തും. സ്തോത്രം. പ്രിയമുള്ള വാത്സല്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തെ നമുക്ക് ഉയർത്താൻ പറ്റുന്നിടത്തോളം, ഓഫീസുകളിലാകട്ടെ, സ്കൂളുകളിലാകട്ടെ, നിങ്ങൾ പോകുന്ന ഏത് സ്ഥാപനങ്ങളിലുമാകട്ടെ, അവിടെ എല്ലാം ഈ ദൈവവചനത്തെ നമുക്ക് ഉയർത്താൻ പറ്റിയാൽ ആ പ്രകാശം എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളെയും അതനുസരിച്ച് പ്രകാശിപ്പിക്കുവാനിടയായി തീരും. സ്തോത്രം. അപ്പൊ രണ്ടാമത് നമ്മൾ കണ്ടത് ദൈവവചനത്തിന് പ്രാധാന്യത നൽകുക. സ്തോത്രം. മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിന് പ്രാധാന്യത നൽകുക. യോഹന്നാൻ, നമ്മൾ സ്നാപക യോഹന്നാനെ കുറിച്ചൊക്കെ ഇപ്പൊ സ്കിറ്റിൽ കണ്ടു. നമ്മുടെ കുഞ്ഞുങ്ങൾ കഥാപ്രസംഗങ്ങളൊക്കെ നടത്തിയപ്പോൾ കണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിനാൽ, സ്തോത്രം, നിറഞ്ഞു എന്നാണ്. ഗർഭപാത്രത്തിൽ തന്നെ പിള്ള ഉള്ളത്തിൽ തുള്ളി എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. യേശു യോഹന്നാനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യമാണ്. ഞാൻ ആ വാക്യം അങ്ങ് വായിക്കാം. അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു. ജ്വലിച്ചു പ്രകാശിക്കുന്ന. എങ്ങനെ പ്രകാശിച്ചു? ജ്വലിച്ചു പ്രകാശിച്ചു. എങ്ങനെ ജ്വലിച്ചു പ്രകാശിക്കാൻ കഴിഞ്ഞു? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് പ്രാധാന്യത കൊടുത്താൽ നമുക്ക് കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുവാൻ പറ്റും. സ്തോത്രം. നാലാമത്തേത് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യത കൊടുക്കുക. അതിന് നല്ലൊരു എക്സാമ്പിളാണ് ദാനിയേൽ. ദാനിയേല് ഏകദേശം 4 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ, നെബൂഖദ്നേസർ, ബേൽസസർ, ദാര്യാവേശ്, സൈറസ്, കോരശ്, ഇങ്ങനെ ഈ 4 രാജാക്കന്മാരുടെ സമയത്ത് ശുഭപ്പെട്ടിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്തുകൊണ്ടാ ശുഭപ്പെട്ടിരുന്നത്? ആ രാജ്യങ്ങളിലെല്ലാം ദൈവത്തിനായി പ്രകാശിക്കുവാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? ശക്തമായി പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. സ്തോത്രം. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, മേ ഐ റിക്വസ്റ്റ് പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. സൺഡേ സ്കൂളിൻ്റെ ടീച്ചേഴ്സ്, ഒരു നിമിഷം നിങ്ങളെല്ലാം ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ടീച്ചേഴ്സ് പ്ലീസ്. ടീച്ചേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? യാ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ടീച്ചേഴ്സ്, ഈവൻ നമ്മുടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ. പ്രൈസ് ദി ലോർഡ്. യെസ്, ഇസ് ദേർ. സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്, ക്യാൻ യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്? എവരിവൺ. സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിനായി പ്രകാശിക്കണമെന്നാണ്. ഈ ടീച്ചേഴ്സ് അധ്വാനിക്കുന്നതും പ്രയത്നിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം നിങ്ങൾ ദൈവത്തിനായി പ്രകാശിക്കണമെന്നുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ കാലം കഴിയും, അടുത്തൊരു ജനറേഷൻ നിങ്ങൾ ദൈവത്തിനായി പ്രകാശിക്കപ്പെടണം. അങ്ങനെ ദൈവത്തിനായി പ്രകാശിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു നിമിഷം നമുക്ക് ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാമല്ലോ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടച്ചാട്ട് നമ്മൾ ഒരുമിച്ച് ഈ സൺഡേ സ്കൂളിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി അഹോരാർത്ഥം അധ്വാനിക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അവരുടെ അധ്വാനം വൃഥാവായില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലം അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു. അവർ ദൈവത്തിനായി പ്രകാശിക്കപ്പെടണമെന്ന് അവർ ആശിച്ചു, ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. നമുക്കിങ്ങനൊരു ക്രമീകരണത്തെ ദൈവം അതിനുവേണ്ടി ഒരുക്കി തന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദുബായ് ചർച്ചിലുള്ളതായ എല്ലാ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനായി സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇവർ ദൈവത്തിനായി പ്രകാശിക്കപ്പെടുന്ന നിലയിലേക്ക് ഒരുക്കപ്പെടട്ടെ. ഈ കൂരിരുട്ട് നിറഞ്ഞ ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് പ്രാധാന്യത കൊടുത്തുകൊണ്ട്, ദൈവത്തിന് പ്രാധാന്യത കൊടുത്തുകൊണ്ട്, ദൈവവചനത്തിന് പ്രാധാന്യത കൊടുത്തുകൊണ്ട്, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യത കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിനായി പ്രകാശിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ടീച്ചേഴ്സിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവസഭയോട്, സൺഡേ സ്കൂളിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അബുദാബിയിലുള്ളതായ കർത്തൃദാസന്മാർ, അവിടെയുള്ളതായ എൽഡേഴ്സ്, അവിടെയുള്ളതായ ദൈവമക്കളുടേതായിട്ടുള്ള എല്ലാ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്നോടൊപ്പം അബുദാബിയിൽ നിന്ന് സിജു ജെയ്സ് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. മടക്കി യാത്രയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിനായിട്ട് ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. Can we all raise our hands and give glory to God? Hallelujah. Thank you, Robinson Pastor, for the blessed message.